ഹായ് ഫ്രണ്ട്സ്, SK ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കോളിംഗ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പല കോളിംഗ് ആപ്ലിക്കേഷനുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് വെച്ചാൽ ഏറ്റവും ഉപകാരപ്രദമാണെന്ന് തോന്നിയ ഒരു ആപ്ലിക്കേഷനാണിത്. കാരണം ഞാൻ ഇപ്പോൾ ബഹ്റിനിലാണ്. അപ്പോൾ ഇവിടുന്ന് നാട്ടിലേക്കൊക്കെ വിളിക്കാനായാലും ഇപ്പോൾ സാധാരണ ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന വാട്സപ്പിലൂടെ വിളിച്ചുകൂടെ എന്ന്. അങ്ങനെ വരുമ്പോൾ വാട്സപ്പിൽ രണ്ട് സൈഡിലും ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിളിക്കാൻ പറ്റൂ. അതേസമയം ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗം എന്ന് വെച്ചാൽ ഒരു സൈഡിൽ മാത്രം ഇൻ്റർനെറ്റ് മതി, മറ്റൊരാളെ നമുക്ക് അവരുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ അവർക്ക് വേണമെന്നില്ല. അതുമാത്രമല്ല, അവർക്ക് ഇൻ്റർനെറ്റ് വേണമെന്നില്ല. അവരുടെ നമ്പർ ഏതാണോ ആ നമ്പറിലേക്ക് നമുക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഏതാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ പ്ലേ സ്റ്റോറിലാണ് ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ഗൂഗിൾ പ്ലേ പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ വേറെ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല. അപ്പോൾ പ്ലേ സ്റ്റോറിൽ തന്നെ നമ്മൾ കയറുക. അവിടെ സെർച്ച് ബോക്സിൽ കാൾ ഫ്രീ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം. കാൾ ഫ്രീ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരും. അതിൽ ആദ്യത്തെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണാമല്ലോ. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഇൻസ്റ്റാൾ ഓപ്ഷൻ വരും. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. നോർമൽ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ട്, ഏകദേശം ആയിട്ടുണ്ട്. 99 ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ളത് നമ്മൾ കൊടുക്കുക. അത് കൊടുത്ത് അവർ ഫോൺ കോൾ അവർ മാനേജ് ചെയ്തിട്ട് എന്നുള്ളൊരു പെർമിഷൻ അവർ ചോദിക്കുന്നുണ്ട്. ആ പെർമിഷൻ നമ്മൾ അലോ കൊടുക്കുക. ഫോട്ടോസ്, വീഡിയോസ് അതൊക്കെ അവരുടെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. നോർമൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ അലോ കൊടുക്കുക. അവരുടെ ടേംസും കണ്ടീഷൻസും ഒക്കെ എഴുതിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, അക്സെപ്റ്റ് ചെയ്യുക. നമുക്കിത് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അവർ നമ്മുടെ കോളർ ഐ ഡി ഏതാണ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് രണ്ട് രീതിയിൽ ഇവരുടെ കോളർ ഐ ഡി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഒന്ന്, ഇപ്പോൾ നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് അവർ വെരിഫിക്കേഷൻ കോഡ് തന്ന് അവരുടെ ആ ഒരു വെരിഫിക്കേഷൻ നടത്തിയതിന് ശേഷം അവർ അക്സെപ്റ്റ് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ഉപയോഗിച്ചും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക് വെരിഫിക്കേഷൻ കോഡ് വരും. വാട്സപ്പ് വെച്ചാണെങ്കിൽ ആ വാട്സപ്പിലേക്ക് വെരിഫിക്കേഷൻ കോഡ് വരും. അപ്പോൾ നമ്മൾ അത് കോഡ് വെരിഫൈ ആയി കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. കോൾസിൻ്റെ ഒരു പേജിലേക്ക് ഡയറക്റ്റ് നമ്മളെ കൊണ്ടുവന്നതായിരിക്കും. അവിടെ നമ്മൾ നോക്കിയാൽ കോണ്ടാക്റ്റ്, കോൾസ്, ക്രെഡിറ്റ്, ഇൻവൈറ്റ്, ഇങ്ങനെ നാലെണ്ണം താഴെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോണ്ടാക്റ്റ് കൊടുത്തു നോക്കുക. കോണ്ടാക്റ്റ് കൊടുത്ത് നോക്കുമ്പോൾ അവർ നമ്മുടെ കോണ്ടാക്റ്റ് റീഡ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ പെർമിറ്റ് ചെയ്യുക. സാധാ ചെയ്യുന്ന പോലെ അലോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലുള്ള എല്ലാ കോണ്ടാക്റ്റും തന്നെ ഇതിൽ കാണാൻ പറ്റും. എവിടത്തേക്ക് കോണ്ടാക്റ്റ് ആണോ അതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ആ ഫ്ലാഗും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് രാജ്യത്തെ ഫ്ലാഗാണ് എന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, അടുത്തത് നമുക്ക് ക്രെഡിറ്റ് എന്താണെന്ന് നോക്കാം. ആ ക്രെഡിറ്റിൽ കയറിയാൽ സ്പിന്നിങ് വീലുണ്ട്. അത് ഇപ്പോൾ ഗോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഗോ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കുമ്പോൾ കാണാം ക്രെഡിറ്റ് +5 ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഈ ക്രെഡിറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഫ്രീ ആയിട്ടുള്ള ടൈമിലൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോൾ വിളിക്കാൻ പറ്റും. നോക്കുമ്പോൾ കാണാം ഇടയ്ക്ക് ആഡ് വരുന്നുണ്ട്.
ആഡ് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാം, അല്ലെങ്കിൽ നമുക്ക് ആഡ് കറക്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ കാണാം. ആഡ് കണ്ടാലും ഇതിൽ മിനിറ്റുകൾ ക്രെഡിറ്റ് ആവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മളിപ്പോൾ ഇനി റെക്കമെൻഡഡ് ആപ്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇതിൽ അവർ റെക്കമെൻഡ് ചെയ്യുന്ന കുറേ ആപ്പുകളുണ്ട്. ഈ ആപ്പുകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് ആവും, വീണ്ടും നമുക്ക് ക്രെഡിറ്റ് ആവും. അപ്പോൾ ഈ ആപ്ലിക്കേഷനിലൂടെയും നമുക്ക് ഈ കാണുന്ന ആപ്ലിക്കേഷൻ കണ്ടോ, ഗെറ്റ് യുവർ ഹെൽത്ത് ഗൈഡ് നൗ, ഇങ്ങനൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ അവർ പറയുന്ന പോലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 19,329 ക്രെഡിറ്റ് അധികം കിട്ടും. കാരണം അത്രയും നേരം നമുക്ക് സംസാരിക്കാൻ പോകുന്നുണ്ട്. അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. വാച്ച് വീഡിയോ ആഡ്സ്. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, വീഡിയോ കണ്ട് നമുക്ക് ഇതിൽ ക്രെഡിറ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ അതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോ എത്ര ടൈമുണ്ട്, അത് നമ്മൾ ചിലപ്പോൾ ഒരു 5 സെക്കൻഡ് കാണും, ചിലപ്പോൾ ഒരു 10 സെക്കൻഡ് കാണും. ആ ഒരു വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും, വീണ്ടും മിനിറ്റുകൾ ക്രെഡിറ്റ് ആവും. അതുപയോഗിച്ചും നമുക്ക് വിളിക്കാവുന്നതാണ്. പിന്നെ ചെക്ക്-ഇൻ. നമുക്കൊരു ദിവസം ഇപ്പോൾ ഞാൻ മുമ്പ് കൊടുത്ത ആഡാണ് ഇപ്പോൾ വന്നത്, 13 സെക്കൻഡ് 11 സെക്കൻഡ് അത്രയൊക്കെ വരത്തുള്ളൂ ഒരാഡ്. ആ ആഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആ വീഡിയോ ക്ലോസ് ചെയ്യാം, നമുക്ക് അടുത്തതിലേക്ക് പോകാം. ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും. ചെക്ക്-ഇൻ നമ്മൾ എവിടെയാണ് നമ്മൾ ചെക്ക്-ഇൻ ചെയ്ത് അങ്ങനെയും നമുക്ക് ക്രെഡിറ്റ് ഉണ്ടാക്കാം. പിന്നെ ഇൻവൈറ്റ് മോർ ഫ്രണ്ട്സ്. നമുക്ക് ഫ്രണ്ട്സിനെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്രെഡിറ്റ് ചെയ്യാം. ഇപ്പോൾ നോക്കുമ്പോൾ കാണാം ഒരുപാട് നമ്പേഴ്സിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കോൺടാക്റ്റിലുള്ള നമ്പേഴ്സിനെ ഇതുപോലെ ഇൻവൈറ്റ് ചെയ്ത് നമുക്ക് ക്രെഡിറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ ഇൻവൈറ്റിനകത്ത് നമ്മൾ ഇവിടെ ക്രെഡിറ്റിനകത്ത് പറഞ്ഞത് തന്നെയാണ് ഈ ഇൻവൈറ്റിലും ഉള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമുക്ക് കോൾ ചെയ്യാനാണെങ്കിൽ കോൺടാക്റ്റ് എടുത്ത് നമ്മളിപ്പോൾ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്യാനാണെങ്കിൽ നോക്കുമ്പോൾ കാണാം ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. ആ ഒരു നമ്പേഴ്സിലേക്ക് നമുക്ക് കോൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ സമയം എഴുതിയിട്ടുണ്ട്, 1 മിനിറ്റ് എത്ര സമയം നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ എൻ്റെ ടൈം എന്ന് വെച്ചാൽ റിമൈനിങ് 11 മിനിറ്റ്. 11 മിനിറ്റ് എനിക്ക് ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് സംസാരിക്കാം. ഇന്ത്യയിലെ നമ്പറാണ്, ഞാനിപ്പോൾ ബഹ്റിനാണുള്ളത്. ഇൻ്റർനാഷണൽ കോളാണ്. ഇൻ്റർനാഷണൽ കോളായെങ്കിൽ തന്നെ 11 മിനിറ്റ് എനിക്ക് ഈ നമ്പറിലേക്ക് വിളിച്ച് സംസാരിക്കാം. അപ്പോൾ അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.